നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ ഗായ 20 EHK എന്ന അസാധാരണമായ നക്ഷത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ അനസ്താസിയോസ് ആൻഡി സാനിഡാക്കിസ് 2020-ലെ പഴയ ടെലിസ്കോപ്പ് ഡാറ്റകൾ പരിശോധിക്കുമ്പോഴാണ് ഗായ 20 EHK എന്ന ഈ വിചിത്ര നക്ഷത്രത്തെ കണ്ടെത്തുന്നത്. പഴയ ഡാറ്റകൾ പരിശോധിക്കുന്നതിനിടയിൽ സാധാരണയായി വിരസമായ ഒരു നക്ഷത്രം വളരെ വിചിത്രമായി പെരുമാറുന്നത് ആൻഡി കണ്ടു. ഈ ഗായ 20 EHK നക്ഷത്രം ഭൂമിയിൽ നിന്ന് ഏകദേശം 11,000 പ്രകാശവർഷം അകലെ പപ്പിസ് രാശിചക്രത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സൂര്യനെപ്പോലെ സ്ഥിരതയുള്ള മെയിൻ സീക്വൻസ് നക്ഷത്രമാണ് ഗായ 20 EHK. ഇതിൽ നിന്ന് സ്ഥിരമായ പ്രകാശം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നക്ഷത്രം ഭ്രാന്തമായി മിന്നാൻ തുടങ്ങി. നമ്മുടെ സൂര്യനെപ്പോലെ സ്ഥിരതയോടെ പ്രകാശം പുറത്തുവിടേണ്ട ഒരു മെയിൻ സീക്വൻസ് നക്ഷത്രമാണ് ഗായ 20 EHK. ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ ഇങ്ങനെ പെരുമാറാറില്ല. 2016-ൽ നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ 3 തവണ കുറവുണ്ടായി. 2021 ആയപ്പോഴേക്കും ഇത് പൂർണ്ണമായും നിയന്ത്രണാതീതമായി. ഈ മിന്നലിന് കാരണം നക്ഷത്രം തന്നെയല്ല, പിന്നെയോ വൻതോതിലുള്ള പാറകളും പൊടിപടലങ്ങളുമാണ് ഇതിന് കാരണം. നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന ഈ പാറകളും പൊടിപടലങ്ങളും ദൂരെയുള്ള നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലെത്തുന്ന പ്രകാശത്തെ മറയ്ക്കുന്നു. പ്രകാശത്തെ തടയുന്ന ഈ അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് വന്നത്? അത് കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാരണമാണ്. ഈ അവശിഷ്ടങ്ങളുടെ ഉറവിടം 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു വിനാശകരമായ കൂട്ടിയിടിയാണ്. 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയാണ് ഈ പാറകളുടെയും പൊടിപടലങ്ങളുടെയും വലിയ അളവിന് കാരണമായത്. വിവിധ ടെലിസ്കോപ്പുകൾ ഈ കൂട്ടിയിടി തത്സമയം പിടിച്ചെടുത്തത് അവിശ്വസനീയമാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ കൂട്ടിയിടികൾ അപൂർവമായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഭൂമിയും ചന്ദ്രനും രൂപീകരിച്ച കൂട്ടിയിടിയുമായി ഇതിന് നിരവധി സാമ്യങ്ങളുണ്ട്. ഇത്തരം നിമിഷങ്ങൾ നിരീക്ഷിക്കുന്നത് നമ്മുടെ ലോകത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കും. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനായി അവർ മറ്റൊരു ദൂരദർശിനി ഉപയോഗിച്ച് ദൃശ്യപ്രകാശത്തിനു പകരം ഇൻഫ്രാറെഡ് പ്രകാശത്തിനായി തിരഞ്ഞു. ഇൻഫ്രാറെഡ് പ്രകാശത്തിന്റെ കർവ് ദൃശ്യപ്രകാശത്തിന്റെ കർവിന് പൂർണ്ണമായും വിപരീതമായിരുന്നു. ദൃശ്യപ്രകാശം മങ്ങാൻ തുടങ്ങിയപ്പോൾ ഇൻഫ്രാറെഡ് പ്രകാശം കുത്തനെ ഉയർന്നു. ഇത് തടസ്സമുണ്ടാക്കുന്ന വസ്തുക്കൾ ചൂടുള്ളതാണെന്ന് സൂചിപ്പിച്ചു. ഈ ചൂട് ഇൻഫ്രാറെഡ് ഊർജ്ജത്തെ വിശദീകരിക്കാൻ ഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു വിനാശകരമായ കൂട്ടിയിടിക്ക് സാധിക്കും. ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തെക്കുറിച്ചും ഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മെ സഹായിക്കും.